ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലും സംസ്ഥാന വയോജന കമ്മീഷനിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ സ്ഥിര നിയമനത്തിന് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴി പ്രീ സ്കൂൾ ടീച്ചർ, ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് തുടങ്ങിയ പോസ്റ്റിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രീ സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് യോഗ്യത SSLC പാസ്സായിരിക്കണം. കൂടാതെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രീ സ്കൂൾ ക്ലിനിക്കിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ശമ്പളം പ്രതിമാസം 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ്. അടുത്തത് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതോടൊപ്പം ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. കൂടാതെ ന്യൂബോൺ ഫോളോ അപ്പ് ക്ലിനിക്കുകളിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രതിമാസ ശമ്പളം 43,400 രൂപ മുതൽ 91,200 രൂപ വരെയാണ്. പ്രായപരിധി വരുന്നത് അപേക്ഷകർക്ക് 40 വയസ്സ് കവിയാൻ പാടില്ല. 1/1/2026 അടിസ്ഥാനമാക്കിയാണ് പ്രായവും പ്രവൃത്തി പരിചയവും കണക്കാക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഫെബ്രുവരി 4 വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷിക്കേണ്ട വിധം www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സ്കാൻ ചെയ്ത ചിത്രം 200 KB താഴെയും അത് JPG ഫോർമാറ്റിലുമായിരിക്കണം. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തി സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യണം. സ്കാൻ ചെയ്ത ചിത്രം 50 KB താഴെയും അത് JPG ഫോർമാറ്റിലുമായിരിക്കണം. ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഒപ്പ് അനുവദനീയമല്ല. അപേക്ഷകർക്ക് സാധുവായ ഒരു വ്യക്തിഗത ഇമെയിൽ ID യും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാക്കുന്നത് വരെ ഇത് സജീവമായി സൂക്ഷിക്കണം. രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID വഴിയായിരിക്കും റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ നിങ്ങളെ അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10-നും വൈകുന്നേരം 5-നും ഇടയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ തിരുവനന്തപുരത്തെ ആസ്ഥാന ഓഫീസിലേക്ക് വിവിധ തസ്തികകളിലേക്ക് 3 മാസക്കാലത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ താൽക്കാലികമായി നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ആദ്യം അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. +2 അല്ലെങ്കിൽ തത്തുല്യമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് ലോവറാണ്. കൂടാതെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവറും ഉണ്ടായിരിക്കണം. അടുത്തത് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അർഹരായവർക്ക് നിയമപ്രകാരമുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 4/2/2026 ബുധനാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാൾ പട്ടം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. രജിസ്ട്രേഷൻ രാവിലെ 10 മുതൽ 11 മണി വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 11 മണി മുതലാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം ഉള്ളടക്കം ചെയ്ത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷ, യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഹാജരായി നിശ്ചിത സമയത്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.